കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അവധിക്കാലത്തിനു ശേഷം ലയോ മാർപ്പാപ്പ വത്തിക്കാനിൽ തിരികെ എത്തി. രണ്ടാം ലോകമഹായുദ്ധകാല സൈനികൻ 98-ാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. മഡ്ജുഗോറി പരിശുദ്ധ അമ്മയുടെ രൂപം തകർത്തു ദേവാലയത്തിന് തീയിട്ടു. ചോസൺ സീസർ 6ന്റെ ടീസർ റിലീസ് ചെയ്തു. കാണ്ടമാൽ കലാപത്തിന്റെ റിപ്പോർട്ട് കണ്ടെത്താൻ അന്വേഷണം. വാർത്തകൾ വിശദമായി. ജൂലൈ 5 മുതൽ കാസിൽ ഗൊണ്ടോൽഫയിൽ അവധിക്കാല വിശ്രമത്തിന് പോയിരുന്ന ലയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ തിരികെ എത്തി. പാപ്പ വത്തിക്കാനിൽ ഇല്ലാതിരുന്നിരുന്നുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകളൊന്നും ഇക്കഴിഞ്ഞ മാസം നടന്നില്ല. എന്നാൽ ഞായറാഴ്ചകളിൽ കാസിൽ ഗൊണ്ടോൽഫയിലെ മധ്യാഹ്ന പ്രാർത്ഥന മാർപ്പാപ്പ നയിച്ചിരുന്നു. അവധിക്കാലത്ത് പാപ്പ 200ഓളം ദരിദ്രർക്കൊപ്പം ഭക്ഷണം കഴിച്ചതും ജൂലൈ 20-22 തീയതികളിലായി ബെനഡിക്റ്റിൻ ആശ്രമവും വിശുദ്ധ സ്കൊളാസ്റ്റിക്കായുടെ ആശ്രമവും സന്ദർശിച്ചത് ഇതിനിടയിൽ നടന്ന ശ്രദ്ധേയ സംഭവങ്ങളായിരുന്നു. 98-ാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച രണ്ടാം ലോകമഹായുദ്ധത്തിലെ സൈനികൻ റെയ്മണ്ടിന്റെ സാക്ഷ്യജീവിതം ശ്രദ്ധേയമാകുന്നു. മരിച്ചുപോയ ഭാര്യയുടെ സ്വാധീന ഫലമായാണ് ജീവിതത്തിന്റെ ഈ സായാഹ്നവേളയിൽ റെയ്മണ്ട് കത്തോലിക്ക സഭാംഗമായത്. അവൾ കത്തോലിക്കയായിരുന്നു. ഞാൻ അവൾക്കൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്യുമായിരുന്നു, റെയ്മണ്ട് അനുസ്മരിച്ചു. 27 വർഷം ഇല്ലിനോയിസിൽ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനം ചെയ്ത വ്യക്തി കൂടിയാണ് റെയ്മണ്ട്. ഏറെ നാളത്തെ പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് റെയ്മണ്ട് കത്തോലിക്ക സഭാംഗമായത്. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വികാരാധീനനായിരുന്നു. സത്യവിശ്വാസത്തിലേക്ക് കടന്നുവരാൻ പ്രായം ഒരു ഘടകമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് റെയ്മണ്ട്. ജൂലൈ 16-നായിരുന്നു റെയ്മണ്ട് കത്തോലിക്ക സഭയിലേക്ക് വന്നത്. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ തകർത്തു, അൾത്താരയ്ക്ക് തീയിട്ടു. പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്റെ മുഖത്തും നെഞ്ചിലും വസ്ത്രത്തിലും കറുത്ത പെയിന്റ് ഒഴിച്ച് വികൃതമാക്കുകയും പാവാടയിട്ട സാത്താൻ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് എഴുതി വെക്കുകയും ചെയ്തു. മരിയൻ പ്രത്യക്ഷീകരണം കൊണ്ട് ശ്രദ്ധ നേടിയ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മഡ്ജുഗോറി. ഏറെ ശ്രദ്ധേയമായ ഇത് ചോസൺ ബൈബിൾ പരമ്പരയിലെ 6ാമത്തെ സീസണിന്റെ ടീസർ പുറത്തിറങ്ങി. പീഡാനുഭവവും കുരിശുമരണവും ഉൾപ്പെടുന്ന ഭാഗമാണ് വരാൻ പോകുന്നത്. 6 എപ്പിസോഡുകളാണ് 6ാം സീസണിലുള്ളത്. നവംബർ 15 മുതൽ ഡിസംബർ 6 വരെ ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡ് വീതം പുറത്തിറക്കും. പരമ്പരയുടെ അവസാന ഭാഗം 2027 മാർച്ച് 12-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഏറെ കുപ്രസിദ്ധമായ ഒഡീഷയിലെ കാണ്ടമാൽ കലാപത്തെക്കുറിച്ച് ജസ്റ്റിസ് AS നായിഡു കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കാണാതെ പോയതിനെക്കുറിച്ച് അന്വേഷണം. മുഖ്യമന്ത്രിയാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. CID അന്വേഷണമായിരിക്കും നടത്തുന്നത്. 2008 ഓഗസ്റ്റ് 25-ന് നടന്ന കാണ്ടമാൽ കലാപത്തിൽ അനേകം ക്രൈസ്തവരെ ക്രൂരമായി കൊന്നൊടുക്കുകയും ക്രൈസ്തവ ഭവനങ്ങൾക്കും ദേവാലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. കാണ്ടമാൽ കലാപം ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇരുണ്ട അധ്യായമാണ്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ അടുത്ത ചൊവ്വാഴ്ച.